പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം ഉച്ചരിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവശക്തൻ കരുണയുമായ ഈ നല്ല ദിവസം, ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. 4 വർഷം വൈവാഹിക ജീവിതം 4 വർഷത്തിലൂടെ തുടരുന്ന ആൽവിനും അഖിലയ്ക്കും അവരുടെ ഈ ജീവിതത്തിലുണ്ടായ എല്ലാ നന്മകളെയും ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഒരുമിച്ച് കൂടുന്നത്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമായിട്ട് മാറിയ ഡോക്ടർ അതുല്യയായിട്ട് മാറിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സിൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ പ്രബന്ധം അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു. അതുല്യ മോൾക്ക് ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഇന്നേ ദിവസം ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ആൽവിൻ്റെ മാതാപിതാക്കൾ, അഖിലയുടെ മാതാപിതാക്കൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച്, സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുന്നു. കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖമാരുണ്ടായിരിക്കണമേ. മുന്നോട്ടുള്ള ജീവിതയാത്രയെ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അഖിലയും ആൽവിനും വിദേശത്ത് വിദൂര രാജ്യത്തായിരിക്കുമ്പോൾ അവരുടെ ജോലി, അവരുടെ താമസം, അവരേറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളുടെ മേലും ദൈവാനുഗ്രഹ സമർത്ഥങ്ങൾ ഉണ്ടാകണമേ. അതുപോലെ അതുല്യയുടെയും നിഖിലിൻ്റെയും ജീവിതത്തിൽ, ക്രിസ്റ്റിൻ്റെയും ജീവിതത്തിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. മരണമടഞ്ഞ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.